അപ്പൊ നമ്മുടെ ഗുണ്ടാപ്പി മോഡലിനും ആണെങ്കിൽ അവർക്കും അറിയാൻ പാടില്ല എന്തിനാണ് പോലീസ് അവിടെ വന്നിട്ടുള്ളതെന്ന്. അവര് വിളിച്ചല്ല. പോലീസ് ആക്ച്വലി അവിടെ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, ആ ബോഡി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അതിനെ ഹീറോയിൻ കണ്ട് തെറ്റിദ്ധരിച്ചു. ഇപ്പൊ ഹീറോയിനെയും കൊണ്ട് ഒരു സ്റ്റേഡിയത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചാണല്ലോ അവൾ ആരെയോ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ഹീറോനെ കാറിൽ തന്നെ കെട്ടിയിട്ടിട്ട് ഇവൾ ആ സ്റ്റേഡിയത്തിനകത്തേക്ക് ചെല്ലും. അവിടെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല. ഒരു വയർലെസ് മാത്രമുണ്ട്. ഇവൾ ആ വയർലെസ് എടുത്തിട്ട് എന്റെ കുഞ്ഞെവിടെയാടാന്ന് ചോദിക്കും. അതിലാരോ നീ ആദ്യം എനിക്ക് പണം താ, ആ പാസ്വേഡ് എനിക്ക് അറിയണം, എന്നാൽ മാത്രമേ നിനക്ക് കുഞ്ഞിനെ തരുള്ളൂ എന്ന് പറയും. അപ്പൊ ഹീറോയിൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറിന്റെ കീ നഷ്ടപ്പെട്ടു പോയി, ഏതോ ചൈന ടൂറിസ്റ്റുകൾക്കാണ് അത് കിട്ടിയത്, ഞാൻ എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടുപിടിച്ചിട്ട് തനിക്ക് ആ പാസ്വേഡ് പറഞ്ഞുതരാം, അതുവരെ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഇത് കേട്ട കോള് വിളിച്ച ആള് അവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. അതിനകത്തൊരു വിരല്. ഈ വിരല് കണ്ട പെണ്ണ് പേടിക്കുന്നു. ആ വിളിച്ച ആള് പറയാണ് അവന്മാരെന്റെ വിരല് കട്ട് ചെയ്തു, എത്രയും പെട്ടെന്ന് ഞാൻ ആ പണം തിരിച്ചു കൊടുക്കണം, അടുത്തൊരു വിരല് കട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ നീസിനെ, അതായത് ഹീറോയിന്റെ അനന്തിരവൾ ആ വിളിച്ച ആളുടെ കസ്റ്റഡിയിലുണ്ട്. അയാള് മെയിൻ വില്ലന്മാർക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് നീയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. അതാണ് ചെയ്യാൻ പോകുന്നത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് വാന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യാം. ഈ നേരത്ത് ഹീറോ കൈ കിട്ടി എന്തൊക്കെയോ ടൂൾ ഉപയോഗിച്ച് അവന്റെ കെട്ടഴിച്ചു മാറ്റി. അവൻ കാറിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഹീറോയിൻ തിരിച്ചു വരുമ്പോ ഹീറോനെ കാണുന്നില്ല. അവൻ അന്വേഷിച്ച് ഇവള് വേഗം കാർ ഓടിച്ചു പോവാ. ഹീറോ ആണെങ്കിൽ അപ്പോ ഇവൾ അറിയാതെ മാറി അടുത്തുള്ള വേറെ ഏതോ ഒരാളുടെ കാറിനകത്ത് കയറി. അതിനകത്തുണ്ടായിരുന്നാണെങ്കിൽ ഒരു പോലീസ്. അയാള് പറയും അയാള് ഹീറോയിനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടത്രേ. ഹീറോയിന്റെ പുറകിൽ വലിയ ഏതൊരു ടീമുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പോലീസുകാർക്ക് അവളുടെ അടുത്ത് തന്നെ ഒരു സ്പൈനെ വേണം. നിന്നെ അവൾക്ക് വിശ്വാസമാണ്, നിന്റെ അനിയൻ എന്തായാലും അവളുടെ കൂടെയല്ലേ, അതുകൊണ്ട് വീണ്ടും തിരിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ല്, അവളുടെ ഓരോ നീക്കങ്ങളും എനിക്ക് പറഞ്ഞതാന്ന് പറയും ആ പോലീസുകാരൻ. ഹീറോയിൻ സമ്മതിക്കുന്നുണ്ട്, കാരണം അനിയൻ ഇപ്പോഴും അവളുടെ പിടിയിലല്ലേ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ അവന്മാരെ സ്കൂട്ടറിലെ പെട്രോൾ തീരുന്നു. ഈ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് ഇവർ വരുന്നുണ്ട്. അപ്പോഴാണ് അടുത്തുള്ള ഹോട്ടലിൽ ഇവരെ കാറ് നിൽക്കുന്നവർ കാണുക. ഇവര് ട്രിപ്പിന് വേണ്ടി പുറപ്പെട്ട കാറ് നിൽക്കുന്നവർ കാണുക. ഈ സമയത്ത് ആ പോലീസുകാരൻ ഹീറോയ്ക്ക് ഒരു ഫോണും കൊടുത്തിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഫോൺ മുഖാന്തരം വിളിക്കാൻ പറയും. അപ്പോഴാണ് ഹീറോയ്ക്ക് അവന്റെ ഫോണിൽ നിന്നൊരു കോള് വരുന്നത്. ഹീറോയുടെ അനിയനെ പിടിച്ചു വെച്ചിട്ട് ഹീറോയിൻ വിളിക്കുകയായിരുന്നു. നീ പോലീസിൽ വിവരം അറിയിക്കാനാണ് പ്ലാനെങ്കിൽ നിന്റെ അനിയനെ ഞാൻ കൊന്നുകളയും, എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാൽ നിന്റെ അനിയന് നല്ലത്. ഇത് കേട്ട ഹീറോ പറയും അവനെ ഉപദ്രവിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. അങ്ങനെ ഹീറോ ഇവള് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ആ ഡാഡി പോലീസുകാരൻ ഈ കൂട്ടുകാരെ തപ്പി ആ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ ഹീറോനെ കണ്ടിട്ട് നിങ്ങൾ ഇതിനു മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ ഇപ്പോഴാ ഓർമ്മ വരുന്നത്, പെട്രോൾ പമ്പ് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടുന്നുണ്ടെന്ന് പറയും. ആ നേരത്ത് ഹീറോയിൻ ഓടി വന്നിട്ട് ഇതെന്റെ ഭർത്താവാ, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്, പിന്നീട് കാണാൻ സാറെന്ന് പറഞ്ഞ് ഹീറോയിനെയും കാറി കയറ്റി അവിടുന്ന് ഓടിച്ചു പോകുന്നു. ഈ സീനെല്ലാം നമ്മുടെ കൂട്ടുകാർ കാണുന്നുണ്ട്. അവരെ കണ്ണൊക്കെ തള്ളിപ്പോവും. ഹീറോയിൻ, പോലീസുകാരൻ, ഇവര് 3 പേരും എന്തോ കുശുകുശയെ സ്വകാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 പേരും തമ്മിൽ പരിചയമുണ്ട്. ഇവന്മാര് 3 പേരും ചേർന്ന് നമ്മളെ ചതിക്കായിരുന്നു, നമ്മളെ പൊട്ടന്മാരാക്കായിരുന്നു. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ടല്ലോ. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇവർക്കാകെ തലതിരിഞ്ഞുപോയി. ഈ രഹസ്യം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഹീറോയുടെ അനിയൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അവൻ ഇതേ ഹോട്ടലിലെ ഏതോ മുറിയിലാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഹോട്ടൽ മുറി തപ്പി ഇവര് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഹീറോനെ പിടിച്ചോണ്ടുപോയ ഹീറോയിൻ ഒരു കാട്ടി കൊണ്ടുപോയിട്ട് സത്യം പറയടാ, നീ പോലീസുകാരെ വിളിച്ചിരുന്നോ? നീ നുണയാണ് പറയുന്നെങ്കിൽ ഇതിലെ ഉണ്ട പൊട്ടെന്ന് പറഞ്ഞിട്ട് ഇവള് ഒരു ഉണ്ട മാത്രം ഇട്ടിട്ട് തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഹീറോ പറയും ഞാൻ പോലീസിനെ കണ്ടിട്ടില്ലാന്ന്. ഇവള് വെടി പൊട്ടിക്കുന്നു, അതിലുണ്ടയില്ല. അടുത്ത ചോദ്യം, നീ അപ്പം പോലീസുകാരനോട് എന്താണ് പറഞ്ഞത്? ഹീറോ പറയും അയാളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മുന്നേ കണ്ട ഒരു പരിചയം അയാൾ പുതുക്കിയെന്നേ ഉള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവള് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു, അപ്പോഴും ഉണ്ടയില്ല. നീ എന്തിനാണ് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയത്? നീ കാരണം എന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോയി. ഇത് കേട്ട ഹീറോ പറയും നീ ഒരു കൊലയാളിയാണെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് നീ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊന്നത്, പിന്നെ എങ്ങനെ നിന്നെ വിശ്വസിക്കും? കിട്ടിയ ജീവനും കൊണ്ട് ഞാൻ ഓടി, അതാണ് ഞാൻ ചെയ്തത് തെറ്റാണോ? ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ മണ്ടയ്ക്ക് ആരോ തോക്കുകൊണ്ട് വെക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ കില്ലർ. അയാളിങ്ങനെ ജീവനോടെ വന്നു എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ല. സീൻ കട്ട് ചെയ്താൽ ഈ കില്ലർ ഹീറോയിനെയും പിടിച്ചോണ്ട് പോയി ഹീറോനെ കെട്ടിവെച്ചിട്ട് ഹീറോയിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുക. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഈ പണം, അത് നീ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? അവള് പറയും ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല, അത് ആ ടൂറിസ്റ്റുകളുടെ കയ്യിലാണ്, കുറച്ച് സമയം കൂടെ തരണം, ഞാനത് കണ്ടുപിടിച്ചു തരാം. ഇത് കേട്ട വില്ലൻ ചോദിക്കും ഹീറോ ആരാണെന്ന്. ഹീറോയും പറയും അവന്റെ കൂട്ടുകാരെ കയ്യിലാണ് ആ പണത്തിനുള്ള പാസ്വേഡ് ഉള്ളത്, അവനെ കൊന്നുകഴിഞ്ഞാൽ നിനക്കത് കിട്ടില്ല, ആ കൂട്ടുകാർ തരില്ല, അവർക്ക് വേണ്ടിയാണ് ഞാനും അന്വേഷിച്ച് നടക്കുന്നത്. ഇത് കേട്ട കില്ലർ അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് ഇനി ഉപകാരമില്ല, പിന്നെന്തിനും നീ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോയിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അത് കഴിയുമ്പോൾ വില്ലനൊരു കോള് വരുന്നുണ്ട്. അയാളുടെ തലൈവിയാണത്.
പുതിയ ജോലിക്കാരനെ പറഞ്ഞു വിട്ടിട്ടില്ലേ, ആ പുതിയ ജോലിക്കാരനെ ഇയാളോട് എത്രയും പെട്ടെന്ന് ചെന്ന് കാണാൻ പറയും. സോ വില്ലൻ ഹീറോനെ അവിടെ തന്നെ കെട്ടിവെച്ചിട്ട്, ഞാൻ തിരിച്ചു വരുമ്പോ നിന്റെ കൂട്ടുകാരെവിടെയാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് വില്ലൻ ആ പുതിയ ആളെ കാണാൻ പോവാ. വില്ലൻ പോയി കഴിയുമ്പോൾ ഹീറോ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന മരഞ്ചയറ് ചാടി വീണ് പൊട്ടിച്ചതിൽ കെട്ടക്കഴിച്ചിട്ട് ഹീറോയിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷപ്പെടുത്തുക. അവളെ നെഞ്ചിയിടിച്ചപ്പോൾ തന്നെ ജീവൻ വന്നു, ശ്വാസം കിട്ടി. ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അവൻ വായേ കൂടിയുള്ള വായുപ്രയോഗം നടത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് മനസ്സിലാക്കിയ പെണ്ണ് പറയും, ചുണ്ടേ മുട്ടിച്ച കൊന്നുകളയും പന്നി, എനിക്ക് ജീവൻ വന്നു എന്ന്. സോ അങ്ങനെ ഹീറോയിൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് അവള് യഥാർത്ഥ നടന്ന സംഭവങ്ങൾ പറയുന്നു. ഇതിനെല്ലാം ഒരു കാരണം ഉണ്ടാവുമല്ലോ, അത് പറയുന്നു. ഹീറോയിനും കൂട്ടുകാരിയും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലേക്ക് ഒരു ക്ലയന്റ് $5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അത് നേരിട്ടായിരുന്നില്ല, ഹീറോയിന്റെ കൂട്ടുകാരിയുടെ അക്കൗണ്ട് വഴിയായിരുന്നു. കാരണം അത് ബ്ലാക്ക് മണിയാണ്. കൂട്ടുകാരി എന്താ ചെയ്ത്, അവളുടെ അക്കൗണ്ടിൽ കിട്ടിയ ആ പണം കമ്പനിക്ക് കൊടുക്കാതെ അതുമായി കടന്നു കളയാൻ തീരുമാനിച്ചു. അവിടെയാണ് കൂട്ടുകാരിക്ക് ഒരു പണി കിട്ടുന്നത്. അവള് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഈ പണം കൊടുത്ത ക്ലയന്റ് അത് വലിയ മാഫിയ ഗ്യാങ്ങാ. അവരിവള് രക്ഷപ്പെടുന്നത് മനസ്സിലാക്കിയിട്ട് ഇവളെ കൊല്ലാൻ വേണ്ടി ഒരു കില്ലറെ പറഞ്ഞുവിടുന്നു. പുറകെ തന്നെ കൂട്ടുകാരിക്ക് ഇത് മനസ്സിലാകും, താൻ ആപത്തിലാണെന്ന് മനസ്സിലാക്കും. സോ അവൾ ആദ്യം ഈ കില്ലറെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഹീറോയിന് അയക്കും. അതേപോലെ അവളെ അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡും ഒരു പ്രത്യേക സ്ഥലത്ത് ലോക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഹീറോയിന് അയച്ചു കൊടുക്കും. എന്നിട്ടാണ് അവള് മരണപ്പെടുന്നത്. ഹീറോയിൻ ചെന്ന് കൂട്ടുകാരിയുടെ മുറിയിൽ നോക്കുമ്പോൾ അവള് കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ അവിടുന്ന് പേടിച്ചോടുന്നുണ്ട്. എന്നാൽ ആ ഫ്ളാറ്റിലേക്ക് ഇവള് വന്നത് ഇവളുടെ കൈവിരൽ അടയാളം വെച്ച് പോലീസുകാർ മനസ്സിലാക്കി ഹീറോയിൻ വന്നത്. അതുകൊണ്ടാണ് ഹീറോയിൻ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് പോലീസുകാർ കരുതിയിരിക്കുന്നത്. ഇപ്പൊ ആ കൂട്ടുകാരി എന്തായാലും മരിക്കുന്നതിന് മുന്നേ ഹീറോയിനുമായി ബന്ധപ്പെട്ടിരിക്കുമെന്നുള്ളത് ഹീറോയിന്റെ മാനേജർക്കറിയാം. ക്ലയന്റ് മാനേജറെ കമ്പനിക്കാണല്ലോ ഈ പണം കൊടുത്തത്. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മാനേജറെ കൊന്നുകളയുമെന്ന് ക്ലയന്റിന്റെ ഭീഷണി. സോ മാനേജർ എന്താ ചെയ്യാ, ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ നീസിനെ പിടിച്ചോണ്ട് പോകും, അനന്തിരവളെ തിരിച്ചു വേണമെങ്കിൽ ആ കൂട്ടുകാരിയുടെ അക്കൗണ്ട് പാസ്വേഡ് ഇവള് പറഞ്ഞു കൊടുക്കണം. അക്കൗണ്ട് പാസ്വേഡാണ് ഹീറോന്റെ കൂട്ടുകാരന്മാരെടുത്തോണ്ട് പോയ ആ ആംഗ്രി ബേർഡ് പാവയ്ക്കകത്തുള്ളത്. അതവള് കണ്ടുപിടിച്ച് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇത്രയും അധികം പുകിലുണ്ടായത്. ഇപ്പൊ ഹീറോയിൻ ആ കില്ലറെ ഷൂട്ട് ചെയ്യാനുണ്ടായ കാരണം മരിക്കുന്നതിന് മുന്നേ കൂട്ടുകാരി കില്ലറെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കണ്ട സ്പോട്ടിൽ തന്നെ ഇവള് ഷൂട്ട് ചെയ്ത്. എത്രയും പെട്ടെന്ന് നിന്റെ കൂട്ടുകാർ കൊണ്ടുപോയ ആ പാവയെ എനിക്ക് തിരിച്ചു വേണം, എന്നാൽ മാത്രമേ എന്റെ നീസിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് ഹീറോയിൻ പറയും. നീസിന്റെ ഫോട്ടോ കണ്ട ഹീറോയ്ക്ക് അപ്പോഴാണ് അത് ആരാണെന്ന് മനസ്സിലാവുക. അവന്റെ സ്റ്റുഡന്റ് ആണത്. നമ്മൾ പടത്തിന്റെ ആദ്യം കണ്ടില്ലേ, ആ കൊച്ചു കള്ളി, അവളായിരുന്നു അത്. അവളെ സ്കൂളിൽ നിന്ന് പിടിച്ചോണ്ട് പോയത് അവളുടെ അച്ഛനായിരുന്നില്ല. ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാ. ഈ അമ്മായി മാത്രമേ ഉള്ളൂ. വേറെ ആരോ പിടിച്ചോണ്ട് പോകുന്നതുകൊണ്ടാണ് പെൺകുട്ടി കരഞ്ഞത്. തോക്ക് ചൂണ്ടി അവളെ പിടിച്ചോണ്ട് പോവായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ഹീറോ ഞാനുണ്ട് നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവര് വീടിനകത്ത് കയറിയ ഉടനെ ആരോ പുറകെ നിന്ന് ഇവരെ പുതപ്പിട്ട് പിടിക്കുന്നുണ്ട്. നോക്കുമ്പോ നമ്മുടെ കൂട്ടുകാരന്മാര്, അവന്മാര് ഇവരെ കെട്ടിവെച്ചിട്ട് സത്യം പറയടാ, നീയും ഈ പെണ്ണും തമ്മിൽ എന്താ ബന്ധം? ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താണോ? നിങ്ങൾ നോർത്ത് കൊറിയയുടെ ചാരന്മാരല്ലേ? സത്യം പറയും, ഈ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് നടക്കുന്ന എന്തിനാണ്? ഇതെല്ലാം ഇവര് ചൈനീസിലാണ് ചോദിക്കുന്നത്. നമ്മൾ പറക്കം തളിയൽ കണ്ടതുപോലെ പെണ്ണിന് ചൈന അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് പെണ്ണിനെ ചീത്ത പറയുന്നുണ്ട്. ഇതെല്ലാം ക്ഷമിച്ച് കേട്ടിരുന്ന പെണ്ണ് അവസാനം ചൈനീസ് ഭാഷയിൽ ഇവന്മാരെ 2 തെറി പറയുന്നുണ്ട്. അതോടെ പിള്ളേർക്ക് മനസ്സിലായി കുട്ടിക്ക് ചൈനീസ് അറിയാം. ഈ സമയത്ത് നമ്മുടെ കില്ലറല്ലേ, അയാൾക്ക് അയാളുടെ മിഷൻ മുഴുവൻ പുതിയൊരു ചെറുപ്പക്കാരന് കൈമാറണം. അതിനുവേണ്ടി ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. നേരത്തെ ഹീറോയെ സഹായിച്ച ഒരു പോലീസുകാരനില്ലേ, കാറി കയറ്റി ഹീറോയ്ക്ക് ഫോണും കൊടുത്ത് ഹീറോയിനെ വേവ് നോക്കാൻ പറഞ്ഞു വിട്ട പോലീസുകാരൻ, അയാള് ശരിക്കും പോലീസുകാരനല്ല, മാഫിയ ക്ലയന്റ് അയച്ച മറ്റൊരു കില്ലറാണ്. ഞാൻ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മണ്ടൻ എന്നെ പോലീസുകാരനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള മിഷൻ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെന്ന് വല്ല ഓൾഡ് ഏജ് ഹോമിലും റെസ്റ്റ് ചെയ്തോളൂ. ഞാൻ മാസത്തിൽ ഒരു 500 രൂപ അയച്ചുതരാം. മേലിൽ ഈ പണിക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ നമ്മുടെ മെയിൻ കില്ലറെ കളിയാക്കുക. ഡാഡി കില്ലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങേരെ ഒരു ലിവർ എടുത്ത് ഈ ചെറുപ്പക്കാരന്റെ മണ്ടയടിച്ച് പൊളിച്ച് അവനെ കൊന്നുകളയും. എന്നിട്ട് അവന്റെ കാറിലുണ്ടായിരുന്ന സ്നൈപ്പർ തോക്ക് എടുത്തിട്ട് വരുന്നുണ്ട് നമ്മുടെ പിള്ളേരെ എല്ലാം താർക്കാൻ വേണ്ടി. ഈ സമയം ഹീറോ കൂട്ടുകാരോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം കാര്യമായി കൃത്യമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തും. ഇതൊക്കെയാണ് ഉണ്ടായ സംഭവം. അതുകൊണ്ടാണ് ഈ പെണ്ണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്തത്, ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്തത്. അവള് കുറ്റക്കാരിയല്ല, എന്റെ സ്റ്റുഡന്റിന്റെ ആന്റിയാണ്. ആ കൊച്ചുകുട്ടിയെ എന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ കിഡ്നാപ്പ് ചെയ്തത്. അതുകൊണ്ട് ഞാനും സഹായിക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ട കൂട്ടുകാർ പറയും, നീ ആ കൊച്ചുകുട്ടിയൊന്നും കാരണം വെച്ച് പറയണ്ട, പെണ്ണിന്റെ തൊലിയെളുപ്പ് കണ്ട് നിന്റെ മൂഡ് മാറിയതാ, അവക്ക് വേണ്ടി ചെയ്യാണെന്ന് പറയും. ഞങ്ങൾ സമ്മതിക്കാം.
അപ്പൊ ഹീറോ ആർക്ക് വേണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ എടുത്ത സാധനം തിരിച്ചു കൊടുത്തേക്ക്, ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ളതല്ലേ, നമുക്കതുകൊണ്ട് ഉപയോഗമില്ലല്ലോ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ. സോ ഇത് കേട്ട ഗുണ്ടാപ്പി ചെന്ന് ആ പാവക്കുട്ടി എടുത്തോണ്ട് വന്ന് ഹീറോയിന് കൊടുക്കും. ഹീറോയിൻ അതെല്ലാം വലിച്ചു പറിച്ച് നോക്കുന്നുണ്ട്. ആ പാവക്കുട്ടിക്കകത്ത് ഒന്നുമില്ല, ഒരു സാധനവുമില്ല, വെറും സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവൾക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. നാളെ കാലത്ത് മാനേജറെ കാണാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാനേജറെ കണ്ടേ മതിയാവൂ, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇവള് കയ്യിലൊരു തോക്കുമായി മാനേജറെ കാണാൻ പുറപ്പെടുന്നു. അപ്പൊ കൂട്ടുകാരാണെങ്കിൽ എന്തായാലും വന്ന തൊയ്ര്യം പോയി കിട്ടി, ഇനി നമുക്കതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ വന്നത് പിക്നിക്കാ, 2 അടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് നാടും കണ്ട് തിരിച്ചു പോവാം, ഇന്ന് ആ ബിയർ പിടിച്ചോന്ന് പറഞ്ഞ് ഇവന്മാര് ഹീറോയ്ക്ക് ഒരു ബിയർ കൊടുക്കും. ആ ബിയറിലെ സ്കാൻ കോഡ് കാണുമ്പോഴാണ് ഹീറോയ്ക്ക് എന്തോ ഒരു സംഭവം കത്തുക മണ്ടേമല്. ഈ പാവയിൽ ഒന്നുമില്ലാന്നല്ല ഇവര് വിചാരിച്ച് അതിലൊരു സ്കാൻ കോഡ് ഉണ്ട്, ഒരു പക്ഷേ അതായിരിക്കണം ആ പാസ്വേഡ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കില്ലർ ഹീറോയെ കെട്ടിയിട്ട ഭാഗത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോ ഇല്ല. എന്നാൽ അയാൾക്കൊരു കോള് വരുന്നുണ്ട്, അത് ഹീറോ ആണ്. ഹീറോയുടെ വിചാരം ഹീറോയെ പറഞ്ഞു വിട്ട പോലീസിനെയാണ് അവൻ വിളിക്കുന്നതെന്നാണ്. സോ അങ്ങനെ വിചാരിച്ച് ഹീറോ നാളെ ലൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഹീറോയിനും മാനേജറും തമ്മിലുള്ള മീറ്റിങ്ങിനെ കുറിച്ച് വില്ലനോട് പറഞ്ഞു കൊടുക്കും. സാർ, നിങ്ങൾ പോലീസ് പടയുമായിട്ട് വന്നോളൂ, എന്ത് സംഭവിച്ചാലും ആ കുഞ്ഞിനെ മാത്രം ഭദ്രമായിട്ട് രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കണതെന്ന് ഹീറോ പറയും. അത് കഴിഞ്ഞ് പിറ്റേന്ന് കൂട്ടുകാരും വന്നില്ലെങ്കിലും ഹീറോയിനെ സഹായിക്കാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് പുറപ്പെടുന്നുണ്ട്. ഹീറോയുടെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അനിയന് സങ്കടം, കൂട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, അവന്മാര് ഭക്ഷണം കഴിച്ചിരിക്കുക. ഈ അനിയൻ സങ്കടപ്പെട്ട് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകും. ഇവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡാഡി പോലീസ് അങ്ങോട്ട് വരുന്നത്. ഡാഡി പോലീസ് കാണുമ്പോൾ ഈ നാട് മൊത്തം അയാൾ അന്വേഷിച്ച് നടന്ന ആ കൊടും ക്രിമിനൽസ് അവിടെ ഇരുന്ന് നൂഡിൽസ് ഉറിഞ്ചു കുടിക്കുന്നു. അയാൾ ഉടനെ തോക്കും എടുത്തിട്ട് രണ്ടുപേരെയും തിരിഞ്ഞ് പോലീസ് കാറിന് നേരെ നടക്കാൻ പറയും. എന്നിട്ട് വിലങ്ങ് വെക്കാൻ നിൽക്കുക. ആ നേരത്തായിരിക്കും പൊടോന്നൊരു ശബ്ദം കേൾക്കുന്നു. നമ്മുടെ അനിയൻ ചെറുക്കൻ ആ പാവം പോലീസുകാരന്റെ മണ്ടയ്ക്ക് ഇഷ്ടിയ വെച്ച് അടിച്ച് അയാളെ ബോധം കെടുത്തി. നീ എന്ത് പണിയട കാണിച്ചെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ബോധം വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും അനിയച്ചാര്. പക്ഷെ ബോധം വരുമ്പോൾ ഏതു ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കും? ഇവന്മാർക്ക് ചൈനീസേ അറിയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസുകാരനെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, അയാൾക്ക് ചൈനീസ് അറിയാലോ, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാന്ന് വെച്ചിട്ട് ഇവര് പോലീസുകാരനെയും പൊതിഞ്ഞെടുത്തോണ്ട് പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അച്ഛനോടുള്ള കാര്യമെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അച്ഛൻ പോലീസുകാരന് മരുന്നും വെച്ച് കെട്ടി കൊടുത്തിട്ട് ഇവര് നിരപരാധികളാണ്, ഇവര് പറയുന്ന കാര്യം സത്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവരും ലൈറ്റ് ഹൗസിലേക്ക് പോകണം. ലൈറ്റ് ഹൗസിൽ ചെന്ന് ആ ക്രിമിനൽസിനെ എല്ലാം പിടിക്കാൻ വേണ്ടി ഇവര് പോലീസ് ഡാഡിയോട് പറയും, ഇവരും കൂടെ ചെല്ലാന്ന് പറയും. അപ്പൊ പള്ളിയിൽ അച്ഛനാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് പോകണ്ട, ഒരു ദൈവ തുണയായിട്ട് ഞാനും വരാം, ഞാൻ സ്റ്റണ്ട് ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനും വരാം, ഞാൻ തന്നെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് അങ്ങേരും ഇവരെ കൂടെ ജോയിൻ ചെയ്ത് ലൈറ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നേരത്തെ ലൈറ്റ് ഹൗസിലേക്ക് വന്ന് കാത്തിരിക്കുന്ന ഹീറോയിന്റെ അടുത്തേക്ക് മറ്റൊരു കാറിൽ ഈ മാനേജർ അവളുടെ നീസ് കൊച്ചു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് പാസ്വേഡ് എവിടെയാണെന്ന് ഹീറോയിനോട് ചോദിക്കും. പാസ്വേഡ് കൊടുത്താലേ കൊച്ചു പെണ്ണിനെ ജീവനോടെ ഇവൾക്ക് ഏൽപ്പിക്കുകയുള്ളൂ. ഹീറോയിൻ തോക്കും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, നീ എന്നെ കൊന്നോ അവളെ വിട്ടേക്ക്, എന്റെ കയ്യിൽ പാസ്വേഡ് ഇല്ലാന്ന്. ഇത് കേട്ട മാനേജർ വയലന്റ് ആവുക. അയാൾ എന്തൊക്കെയോ തെറി പറയുന്നുണ്ട് തുള്ളിക്കൊണ്ട്. അപ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹീറോ ഓടി വന്നിട്ട് ഈ മാനേജറോട് പറയും, എനിക്കറിയാം പാസ്വേഡ്, ഞാൻ പറഞ്ഞുതരാം, ഞാൻ ആ പാസ്വേഡ് കണ്ടുപിടിച്ചു, ഞാനത് ഹീറോയിന് പറഞ്ഞു കൊടുക്കാം, അവൾ ആ കൂട്ടുകാരിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും, എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ ചെന്ന് ഹീറോയിൻ ആ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഹീറോയിൻ കൂട്ടുകാരിയുടെ അക്കൗണ്ട് തുറന്ന് മാനേജർക്ക് കൊടുക്കുകയാണ്. അക്കൗണ്ട് ഓപ്പൺ ആയി എന്ന് മനസ്സിലാക്കിയ മാനേജർ കുഞ്ഞിന്റെ പിടുത്തം വിട്ട് കുഞ്ഞിന് ഇവർക്ക് കൊടുത്തിട്ട് അക്കൗണ്ടുമായിട്ട് രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ദൂരെ നിന്ന് ആരോ സ്നൈപ്പർ ഷോട്ട് വെച്ച് ഈ മാനേജറെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. 2 വെടിക്ക് ആളെ കൊന്നുകളയും. അടുത്തത് ഹീറോയും ഹീറോയിനുമാ. അവർക്ക് നേരെ വെടിപൊട്ടുമ്പോൾ ഇവർ ഓടിച്ചെന്ന് കാറിന് പിറകെ ഒളിച്ചിരിക്കും. നമ്മുടെ കില്ലറാണ് ഇവരെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. കാറിന് പുറകെ നിന്നും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ഹീറോ ലൈറ്റ് ഹൗസിനകത്തേക്ക് ഓടിക്കയറാൻ പറയുന്നുണ്ട്. അയാളെ ശ്രദ്ധ മാറുന്ന സമയത്ത് ഇവർ ചാടി ലൈറ്റ് ഹൗസിനകത്തേക്ക് ഓടിക്കയറും. അകത്ത് കയറിയ ഹീറോ വലിയൊരു ഇരുമ്പലമാര ഈ വാതിലിന് നേരെ തള്ളിയിട്ട് അത് പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് തന്റെ ചന്തിക്കിട്ടൊരു വെടിയേറ്റത് ഹീറോ മനസ്സിലാക്കുക. അവന്റെ വെടിപൊട്ടി പഞ്ചറായ ഭാഗം രക്തമൊലിക്കാതെ ഹീറോയിൻ തൂവാല കൊണ്ട് പൊത്തിവെക്കും. ഒരു സഹായം. ഈ സഹായം കിട്ടിയ ഹീറോ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കുന്നുണ്ട്. അതായത് അവൻ പോലീസാണെന്ന് ധരിച്ചിരുന്ന ആ വില്ലന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഈ നമ്പർ ലൈറ്റ് ഹൗസിന് തൊട്ടടുത്ത് നിന്ന് റിങ് ചെയ്യുമ്പോഴാണ് അത് പോലീസുകാരനല്ല, ആ ഫോണുമായിട്ട് നടക്കുന്നത് ഇപ്പൊ കില്ലറാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുക. അയാൾ ഇവരെ ഡോറിന് നേരെ നിറയൊഴിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് ഡോർ താർക്കാൻ നോക്കുക.
അപ്പോഴാണ് നമ്മുടെ ബഡുക്കൂസുകളുടെ എൻട്രി. അവർ കാർ ഓടിച്ച് ഈ സ്പോട്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഓടിച്ചു വരിക. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ദൂരെ നിന്ന് പോലീസുകാർ കണ്ട വില്ലൻ കാറിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ട ഫാദർ പതറി തുടങ്ങി. അങ്ങേർക്ക് വണ്ടിയാണെങ്കിൽ ചവിട്ടിയിട്ട് നിർത്താനും കഴിയുന്നില്ല. കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആയിരിക്കുക. ഇയാൾ ഷൂട്ടും ചെയ്യുന്നുണ്ട്, ഫാദർ വണ്ടി നിർത്തുന്നില്ല. ഒരു ഹമ്പിലൊക്കെ ഇടിച്ച് തെറിച്ച് വണ്ടി നേരെ വന്ന് വില്ലനെയും ചേർത്ത് ഹൗസിലേക്ക് ഒരൊറ്റയിടി. വില്ലന്റെ അര ചട്നിയായി അയാൾ അവിടെ തന്നെ ഡെഡി പോവും. അങ്ങനെ ഹുദാഹവ എല്ലാത്തിനും ഒരു അവസാനമായി. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കേസും തെളിഞ്ഞു, കുറ്റവാളികൾ പിടിക്കപ്പെട്ടു, നല്ലവരെല്ലാം രക്ഷപ്പെട്ടു. ഹീറോയുടെ ചന്തിക്ക് ഒരു വെടിയും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹീറോ ഇപ്പൊ ചികിത്സയില. ഹീറോയുടെ റിപ്പോർട്ടുമായി അനിയൻ ചെക്കൻ കൂട്ടുകാരടുത്തേക്ക് വരും. അവിടെ ഹീറോയിനും ഉണ്ട്. ഈ സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൽ അനിയൻ വന്നിട്ട് കൂട്ടുകാരോട് പറയാണ് ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ ആണെന്ന്. ഇത് കേട്ടുടനെ നമ്മുടെ ഗുണ്ടാപ്പി അവൻ ശ്വാസം വെട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എഴുന്നേറ്റിരിക്കുന്ന കാണുമ്പോൾ താൻ ഇരുന്നത് മോശമായിപ്പോയെന്ന് വിചാരിച്ചിട്ട് മെല്ലെ എഴുന്നേൽക്കും. എന്നിട്ട് ബാക്കിയുള്ളവരിങ്ങനെ നോക്കിയിരിക്കുക, അവരെപ്പോഴാണ് അവ ഇരിക്കാൻ പോണേന്ന്. എന്നിട്ട് കറക്റ്റ് അവർ ഇരിക്കാൻ നേരം ടൈമിങ് നോക്കിയിട്ട് അവനിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. ഹീറോയിനോട് ഇപ്പോൾ വിരോധമൊന്നുമില്ല, എല്ലാവരും കൂട്ടായി. കൂട്ട് മാത്രമല്ല, ഹീറോ ഇപ്പം ഹീറോയിനുമായിട്ട് ലൈൻ ആയിട്ടുണ്ട്. ഇനി അവരുടെ കല്യാണം കഴിയും, അനന്തരവളെ മോളായിട്ട് വളർത്തും വേണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി. അതോടുകൂടെ തീർന്നില്ല. ഈ പാസ്വേഡും സംഭവങ്ങളും കിട്ടിയ ഹീറോയുടെ കൂട്ടുകാര് മാഫിയ ഗ്യാങ്ങിൽ നിന്നും വന്ന ആ $500 മില്യൺ പണം അത് കൈക്കലാക്കുന്നുണ്ട്. അത് വില്ലന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കീന്നാണ് അവർക്ക് കിട്ടിയത്. അതിന്റെ പുറകിലെ രഹസ്യമൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും പണം കിട്ടി. ഇതിലെ കുറച്ച് പണം ആ കണ്ണ് കാണാൻ വയ്യാത്ത പാവ അമ്മച്ചിക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. അതുവരെയ്ക്കും സന്തോഷം. എന്നിട്ട് ബാക്കിയുള്ള പണവും കൊണ്ട് ഇവന്മാര് നാട് വിടാൻ നോക്കുകയാണ്. പക്ഷെ അവർക്ക് പുറകെ വലിയൊരു പാരയും കൂടെ പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഇപ്പൊ ഈ പാർട്ട് അവസാനിച്ചിരിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, until then, it's bye from Uru. Kadasulotumas.